Hi friends, welcome to Aaruttans World. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് iPhone 12 ആണ്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഐഫോണിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂയും ഐഫോണിൻ്റെ കുറച്ച് ടിപ്സുമാണ് പറയുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് വരുന്ന ഒരു ടാമ്പേർഡ് ഗ്ലാസ് അത് ഈസി ആയിട്ട് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക്. ഇത് ഔട്ടർ ബോക്സ് ഒരു പ്ലെയിൻ കവറാണ്. അതിനകത്ത് ഐഫോണിൻ്റെ ബാഡ്ജിങ്ങും ആപ്പിളിൻ്റെ ലോഗോയും ബാക്ക് സൈഡിലായിട്ട് കുറച്ച് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. ഇത് പ്രോഡക്റ്റ് റെഡ് വേരിയൻറ്റിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് പ്രോഡക്റ്റ് റെഡിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഉണ്ട്. നമുക്കൊന്ന് ബോക്സ് അൺറാപ്പ് ചെയ്ത് നോക്കാം. ഇതായിരിക്കുന്നു നമ്മുടെ ഡിവൈസ്. പ്രോഡക്റ്റ് റെഡ് വേരിയൻ്റ് ആണ്. ഒരു പ്യുവർ റെഡ് അല്ല, എന്നാലും ഗ്ലാസി റെഡാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ആപ്പിളിൻ്റെ ഒരു ലോഗോയും പ്രോഡക്റ്റ് റെഡിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഉണ്ട്. മുകളിലൊരു റാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അൺറാപ്പ് ചെയ്ത് നോക്കാം. iPhone 12 വരുന്നത് A40 ബയോണിക്സ് ചിപ്സെറ്റിലാണ് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 146 മില്ലിമീറ്ററും വിഡ്ത്ത് 71 മില്ലിമീറ്ററുമാണ് വരുന്നത്. പിന്നെ കൂടാതെ ഇതിൻ്റെ കൂടെ കുറച്ച് ലീഫ്ലെറ്റ്സ് വരുന്നുണ്ട്. പ്രോഡക്റ്റിൻ്റെ ഒരു ലീഫ്ലെറ്റ്സും സിംജെറ്റർ പിന്നും ആപ്പിളിൻ്റെ ഒരു ലോഗോയാണ് അല്ലാതെ ഇതിനകത്ത് കൂടെ വരുന്നത്. ഡിസ്പ്ലേ ആണെങ്കിൽ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 4K റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് എടുക്കാൻ പറ്റും. ക്യാമറ ആണെങ്കിൽ ഡ്യുവൽ 12 MP ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ വരുന്നത് Type-C ടു ലൈറ്റ്നിങ് കേബിളാണ് വരുന്നത്. US സീരീസ് പോലെ നമുക്ക് ഇതിൻ്റെ കൂടെ ചാർജർ വരുന്നില്ല, ജസ്റ്റ് കേബിൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് നോക്കാം. പ്രോഡക്റ്റിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. അൾട്രാ വൈഡും അൾട്രാ വൈഡ് ക്യാമറയും ലെൻസാണ് ഇതിനകത്ത് കൂടുതൽ വരുന്നത്. iOS 50 ആണ് ഇതിനകത്ത് പ്രീ ബിൽഡായിട്ട് വരുന്നത്. സൈഡ് വ്യൂ നമുക്കൊന്ന് നോക്കാം. പോർട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. നമുക്കൊന്ന് ബൂട്ടപ്പ് ചെയ്ത് നോക്കാം. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ബാക്ക് വ്യൂ ആണ്. ഇതിൽ ഡ്യുവൽ ക്യാമറ സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. പോർട്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നമുക്കൊന്ന് ഡിവൈസ് ബൂട്ടപ്പ് ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറക്കാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. ഇതിൽ വീഡിയോ പ്ലേബാക്ക് വരുന്നത് ഒരു 17 hours കമ്പനി പറയുന്നുണ്ട്. അതുപോലെ കീസിൽ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗണും റിംഗ് സൈലൻറ്റ്, പിന്നെ സൈഡ് ബട്ടൺസ് ഉണ്ട്. പിന്നെ മൈക്രോഫോൺ ബിൽഡിംഗ് സ്പീക്കേഴ്സുമാണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി തന്നെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ വരുന്ന കളർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ പർപ്പിൾ വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്. പിന്നെ പ്രോഡക്റ്റ് റെഡ്, അതാണ് ഈ ഡിവൈസ്. പിന്നെ വൈറ്റ്, ബ്ലാക്ക്. ഞാനിത് ആമസോണിൽ നിന്നുമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ 12 MP ക്യാമറ സിസ്റ്റമാണ് കിട്ടുന്നത്. അൾട്രാ വൈഡും വൈഡ് ക്യാമറയാണ് കിട്ടുന്നത്. വീഡിയോ റെക്കോർഡിംഗ് HDR വീഡിയോ റെക്കോർഡിംഗ് ഡോൾബി വെർഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് 4K റെസൊല്യൂഷനിൽ വീഡിയോ. ഇനി നമുക്കിതിനകത്ത് ക്യാമറ റിവ്യൂലോട്ട് വരാം. ഞാൻ ഇതിലെടുത്ത കുറച്ച് പിക്ചേഴ്സും വീഡിയോസും ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിനകത്ത് വീഡിയോ നോക്കുമ്പോൾ വീഡിയോയുടെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു Affixൻ്റെ ഒരു ടാമ്പേർഡ് സ്ക്രീൻ ഗ്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഈസിയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോ ആദ്യം എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരത് തന്നെ ഒരു ഡെമോയും ഞാനത് പ്ലേസ് ചെയ്യുന്നുണ്ട്. വളരെ ഈസിയാണ്, നമുക്ക് തന്നെ ചെയ്യാം, പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ബോട്ടത്തിൽ വരുന്ന പ്ലാസ്റ്റിക് കവറങ്ങളാക്കി കഴിഞ്ഞാൽ നല്ലപോലെ ഫിറ്റ് ആവും. അടുത്തായി ഇതിൻ്റെ ഒരു ട്രിക്കാണ്, എന്താ പറയുക, ഐഫോണിന് ഇൻഡിവിജ്വലി നമുക്കൊരു പവർ ബട്ടൺ ഇല്ല. അപ്പോൾ നമുക്കത് ചെയ്യേണ്ടത് വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഷട്ട് ഡൗൺ സ്ക്രീൻ വരുന്നതാണ്. വോളിയം അപ്പോ വോളിയം ഡൗൺ പ്രസ് ചെയ്യാം. അടുത്ത അതിനകത്ത് ഞാനൊരു സിൽക്ക ഒരു ബാക്ക് കവറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ്ലി അതും ഫിറ്റാണ്. അത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.